ദേശീയപാത തകർന്ന സംഭവത്തിൽ ഉത്തരവാദികളായ കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ പ്രതിപക്ഷം. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ വിജയകരമായി പൂർത്തിയാക്കിയ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അറിയുന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രശ്നം. അതേസമയം പദ്ധതി പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റേതെന്ന് വാദിക്കാനാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ശ്രമം. ദേശീയപാത നിർമ്മാണത്തിനുള്ള ഭൂമി ഏറ്റെടുത്ത് നൽകുക എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മുന്നിലെ ഭാരിച്ച ഉത്തരവാദിത്വം. ഇതോടൊപ്പം നിർമ്മാണ ചെലവിന്റെ 25% സംസ്ഥാന സർക്കാർ കൈമാറി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മുടങ്ങിക്കിടന്നിരുന്ന ഈ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് LDF സർക്കാരിന്റെ വിജയം. ഇതിനുശേഷം അലൈൻമെന്റ് തയ്യാറാക്കുന്നതും ടെൻഡർ വിളിക്കുന്നതും കരാറുകാരെ ചുമതലപ്പെടുത്തുന്നതുമെല്ലാം ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരുമാണ്. നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവം അന്വേഷിക്കാൻ ദേശീയപാത അതോറിറ്റി 3-അംഗ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്ര സർക്കാരിനെ ഒരക്ഷരം കൊണ്ട് വിമർശിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞ് ഇനി റീലിടുമെന്ന് പറഞ്ഞു. റീലിടേണ്ടത് ഒരു 50 സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. ആ വിള്ളൽ വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റീലിട്ടാൽ കുറെ കൂടെ മനോഹരമായിരിക്കും. റീല് നിർത്തരുത്. എവിടെയൊക്കെയാണ് വിള്ളൽ വീണിരിക്കുന്നത്? കുരിയാട് മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു 50ഓളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ വിള്ളൽ വീണിട്ടുണ്ട്. അവിടെയൊക്കെ പോയി അദ്ദേഹം റീലെടുത്ത് ആ റീല് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണട്ടെ. ദേശീയപാതയ്ക്കായി സംസ്ഥാന സർക്കാർ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കുക എന്നത് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ വാശി. കേരളത്തിൽ 45 മീറ്റർ വീതിയിൽ ദേശീയപാത യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് LDF സർക്കാരാണെങ്കിലും പദ്ധതി പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റേതാണ് എന്ന് സ്ഥാപിക്കാനാണ് വി.ഡി. സതീശൻ ശ്രമിച്ചത്. ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ആ മുതൽ ഷാ വരെ ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റ് അങ്ങ് സമ്മതിച്ചാൽ മതി. ഒരു ബന്ധമില്ല. ഇപ്പം സമ്മതിച്ചില്ല. ആ മുതൽ ഷാ വരെ ഒരു ബന്ധമില്ല. എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണെന്നോ. നിർമ്മാണത്തിലെ അപാകതകളുമായി ബന്ധപ്പെട്ട് കമ്പനിക്കെതിരെയോ ദേശീയപാത അതോറിറ്റിക്കെതിരെയോ പ്രതിപക്ഷത്തിന് വിമർശനങ്ങളില്ല. പദ്ധതിയുടെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരിന് ലഭിക്കരുത് എന്നത് മാത്രമാണ് പിടിവാശി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.